ഞാനൊരു കാര്യം പറയാം. ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരാണ്. അത്രേ പറയാൻ പറ്റൂ. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ, നാളെയും ഇവിടെ ഉണ്ടാവും. ഈ വാർത്തയൊക്കെ കൊടുത്ത ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാർത്ത എന്തായിരുന്നു അറിയാം? തൊട്ടു മുമ്പ് എന്റെ ഭാര്യയുടെ നിയമനമായിരുന്നു, ആയിരുന്നില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്ത് ആയിപ്പോയോ? പിന്നെന്താ ഒരാളും പത്രസമ്മേളനത്തിൽ ചോദിക്കാതിരുന്നു? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പോരാതെ വന്നപ്പോ വന്ന ആരോപണം എന്തായിരുന്നു അറിയാമോ? വിവാദം എന്തായിരുന്നു അറിയാം? നമ്മുടെ വാളയാർ കേസിലെ കൊലയാളികളെ രക്ഷിച്ചയാളാണ് എം പി രാജേഷ്. ഇനിയിപ്പോ എന്താ കേൾക്കാൻ ബാക്കി? അതായിരുന്നല്ലോ. അതിപ്പോ എവിടെ? വസ്തുത എന്താന്ന് പുറത്തു വന്നോ? നിങ്ങളൊരൊറ്റയാള് ആ വസ്തുത പുറത്തു വന്നപ്പോ പിന്നെ തല പൊക്കിയില്ലല്ലോ, വാർത്ത കൊടുത്തോ? ആരാണ് അതിന്റെ പിന്നിലെന്നുള്ളത് കോടതിയുടെ മുമ്പിൽ വന്നല്ലോ. CBI അന്വേഷിച്ചിട്ട് വന്നില്ലേ? കൊടുത്തൊരൊറ്റ പത്രമേ ഉള്ളൂ, അത് ഞാൻ പറയാം. അത് ഹിന്ദുവാണ്. ഹിന്ദു ദേശാഭിമാനി പിന്നെ സ്വാഭാവികമായിട്ടും കൊടുക്കുമല്ലോ. പിന്നെന്തായിരുന്നു ആരോപണം? ബാർ കോഴ. ഓർക്കുന്നില്ലേ? ബാർ കോഴ. നാലാമത്തെ ആരോപണം എന്തായിരുന്നു? ഒയാസിസ് ഡിസ്റ്റിലറി. പിന്നെന്താ നിങ്ങൾ ആരും അതിനെപ്പറ്റി ഒന്നും ചോദിക്കാത്തത്? ഇപ്പൊ എന്താ ബാർ കോഴയെ കുറിച്ച് ചോദിക്കാത്തത്? ഇപ്പൊ എന്താ ഡിസ്റ്റിലറിയെ കുറിച്ച് ചോദിക്കാത്തത്? ആളുകളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്ത് വിളിച്ചു പറഞ്ഞാലും അതങ്ങോട്ട് ആഘോഷമാക്കിയിട്ട് മാറ്റുന്നതാണ്. അതെല്ലാം ബാധിക്കുന്ന കാലങ്ങളിൽ പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ വിഷമമൊക്കെ ആയിരുന്നു. ഇപ്പൊ പുല്ല് വിലയാണ്. അപ്പൊ നടക്കട്ടെ, ആഘോഷം നടക്കട്ടെ. നിങ്ങൾ എത്ര കാലം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകും നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് കാണാം. കേരളത്തിന്റെ സംരംഭക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കിടയാക്കുന്ന വളരെ സുപ്രധാനമായ ചട്ട ഭേദഗതികൾ ഇന്ന് നിലവിൽ വന്നിരിക്കുക. ഈ പത്രസമ്മേളനത്തിന് മുമ്പായി തന്നെ 2025 കേരള പഞ്ചായത്ത് രാജ് സംരംഭങ്ങൾക്ക് ലൈസൻസ് നൽകൽ ചട്ടങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞു. ഇന്ന് നോട്ടിഫൈ ചെയ്തു. ഇത് ഈ 2025 ഫെബ്രുവരി 20 പ്രഖ്യാപിച്ചതാണ്. ഈ ഭേദഗതികൾ കൊണ്ടുവരും. 21, 22 തീയതികളിലാണ് ഇവിടെ ഇൻവെസ്റ്റർ മീറ്റ് നടന്നത്. അതിന്റെ തലേ ദിവസം പ്രഖ്യാപിച്ച കാര്യമാണ്. 6 മാസം തികയുന്നതിന് മുമ്പ് ഈ സങ്കീർണമായ പ്രക്രിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൂർത്തിയാക്കി. ഇന്ന് ചട്ട ഭേദഗതിയല്ല, പുതിയ ചട്ടങ്ങൾ തന്നെ വിജ്ഞാപനം ചെയ്തിരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും കാലോചിതമായി പരിഷ്കരിക്കുന്ന നടപടികൾ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഒരു ഭാഗം മാത്രമാണ് ഇന്നിപ്പോ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ഈ ചട്ടം. കേരളത്തെ കൂടുതൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കുന്ന ഒരു ചുവടുവെപ്പ് ഒരു ചുവടുവെപ്പാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ചരിത്രപരമായ ഒരു ചുവടുവെപ്പാണ്. ഇതിന്റെ തുടർച്ചയായി ഇതിപ്പോ പഞ്ചായത്ത് രാജ് ചട്ടങ്ങളിലാണ് കൂട്ടിച്ചേർക്കൽ വന്നിട്ടുള്ളത്, പുതിയ ചട്ടം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായി നഗരസഭകളിലും ചട്ടങ്ങൾ പരിഷ്കരിച്ച് വൈകാതെ തന്നെ നോട്ടിഫൈ ചെയ്യുന്നതാണ്. കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ സർക്കാർ നൽകിയത് വ്യവസായ വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതില് ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ ഉയർന്നു വന്ന പരാതികൾ, നിർദ്ദേശങ്ങൾ, ഞാൻ തന്നെ നടത്തിയ തദ്ദേശ അദാലത്തുകളുണ്ട് 14 ജില്ലകളിലും 3 കോർപ്പറേഷനുകളിലും. ആ അദാലത്തുകളിൽ ഉയർന്നു വന്ന പരാതികൾ, ഞങ്ങളുടെ മുമ്പിൽ വന്ന പ്രശ്നങ്ങൾ, അത് പരിഗണിച്ചിട്ടുണ്ട്. അതിനു പുറമെ നിക്ഷേപക സംഗമത്തിൽ നിക്ഷേപകർ ഉയർത്തിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള പുതിയ ചട്ടമാണ് ഇന്ന് നിലവിൽ വരുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ വിപുലമായ ഒരു കൺസൾട്ടേഷന് ശേഷമുള്ളതാണ് ഈ പുതിയ ചട്ടങ്ങൾ എന്ന് നമുക്ക് പറയാം. സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ വലിയ സ്കെയിലിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഈ മേഖലയിലെ വിവിധ സ്റ്റേക്ക് ഹോൾഡർമാർ ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. ഈ ചട്ട ഭേദഗതി നിശ്ചിത സമയത്തിനകം സമയബന്ധിതമായി തയ്യാറാക്കാൻ പരിശ്രമിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, പ്ലാനിംഗ് ബോർഡ് എന്നിവരെയെല്ലാം അഭിനന്ദിക്കുക. 2016-21 കാലത്ത് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ സമയത്താണ് ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ ആക്ട് മുഖേന പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമങ്ങളിൽ ലൈസൻസുമായി ബന്ധപ്പെട്ട് കുറെ ഭേദഗതികൾ കൊണ്ടുവന്നത്. ലൈസൻസ് വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ആക്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേഷൻ ആക്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ പഞ്ചായത്ത് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിരുന്നു. തുടർന്നുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പല തവണകളിലായി ഈ സർക്കാരിന്റെ കാലത്ത് സംരംഭക സൗഹൃദ നടപടികളുടെ ഭാഗമായി നടപടിക്രമങ്ങൾ ഏറെ ലളിതവും പ്രായോഗികവുമാക്കി മാറ്റി. 2024 മാത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മാത്രം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായി 47 പരിഷ്കരണ നടപടികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കി. ചട്ടങ്ങളിലും നടപടിക്രമങ്ങളിലും കൊണ്ടുവന്ന ഈ പരിഷ്കരണ നടപടികൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളത്തെ ടോപ്പ് അച്ചീവർ പദവിയിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതാണ്.
മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും സേവന പ്രദാനത്തിന്റെ ഗുണമേന്മയിൽ കേരളം ആ റാങ്കിങ്ങിൽ ഒന്നാമതെത്തി. നമ്മൾ 2024 ജനുവരി 1 മുതൽ മുനിസിപ്പാലിറ്റികളിലെ എല്ലാ സേവനങ്ങളും കെ സ്മാർട്ട് വഴി ഓൺലൈനാക്കി മാറ്റി. 2025 ഏപ്രിൽ മുതൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലെ എല്ലാ സേവനങ്ങളും അതുപോലെ കെ സ്മാർട്ട് വഴി ഓൺലൈനാക്കി മാറ്റി. അക്ഷരാർത്ഥത്തിൽ സേവനങ്ങൾ വിരൽ തുമ്പിൽ എന്നത് ഒരു ആലങ്കാരിക പ്രയോഗമല്ല. കേരളത്തെ സംബന്ധിച്ച് വിരൽ തുമ്പിലാണ്. കെ സ്മാർട്ട് നമ്മൾ ആവിഷ്കരിച്ചത് മുതൽ വ്യവസായ സൗഹൃദ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ട കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവന്നു. കെ സ്മാർട്ടിൽ തന്നെ അത് നമ്മൾ ഉൾച്ചേർത്തു. സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഡാഷ്ബോർഡ്, സിറ്റിസൺ പോർട്ടലുകൾ അടക്കം പരിഷ്കരിച്ചു. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചത് പിന്നീട് 60% വരെ കുറവ് വരുത്തി. പഞ്ചായത്തുകളിൽ നേരത്തെ വിന്യസിച്ചിരുന്ന ILGMS, കെ സ്മാർട്ടിന്റെ പൂർവ്വഗാമി എന്ന് വിശേഷിപ്പിക്കാവുന്ന ILGMS, പിന്നെ കെ സ്മാർട്ട് ഇവയിലൂടെ ഓഫീസിൽ പോവാതെ തന്നെ സേവനം ലഭ്യമാക്കാമെന്ന സ്ഥിതി ഉണ്ടായി. ഇപ്പൊ പരിപൂർണമായും ഓഫീസിൽ പോകാതെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സേവനം കെ സ്മാർട്ട് വഴി കിട്ടുമെന്ന സ്ഥിതി വന്നു. ഈ ഗവേണൻസിന്റെ മേഖലയിലുണ്ടായ ഈ കുതിച്ചുചാട്ടം വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ പ്രതിഫലിക്കുകയാണ്. ഇപ്പൊ ഒറ്റ ക്ലിക്കിൽ സംരംഭം തുടങ്ങാവുന്ന സ്ഥിതി കേരളത്തിൽ ഉണ്ടാക്കിയതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സേവനങ്ങൾ ഓൺലൈനാക്കി മാറ്റിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇതിന് തുടർച്ചയായി അടുത്ത ഘട്ടമായി 148 ചട്ടങ്ങളിലെ കൂടി ഭേദഗതി വരികയാണ്. 148 കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലാണ് ആ ഭേദഗതി വരുന്നത്. നിക്ഷേപക സംഗമത്തിൽ വന്ന കുറെ നിർദ്ദേശങ്ങൾ അതിന്റെ ഭാഗമായിട്ടും വരും. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചട്ട രൂപീകരണം പ്രക്രിയ വളരെ സങ്കീർണമായ പ്രക്രിയയായിരുന്നു. അതും വിപുലമായ സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷന് ശേഷം പൂർത്തിയാക്കി ഇപ്പോൾ നിയമവകുപ്പിന്റെ പരിശോധനയിലിരിക്കുകയാണ്. നിയമവകുപ്പിന്റെ അംഗീകാരം കിട്ടുന്നതോടുകൂടി ഉടൻ അതും വിജ്ഞാപനം ചെയ്യും. ഇത് രണ്ടും ചേരുമ്പോൾ ഒരു ഭാഗത്ത് നിക്ഷേപക സൗഹൃദ, വ്യവസായ സൗഹൃദ പരിഷ്കരണം, കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ അതോടൊപ്പം തന്നെ ജനങ്ങൾ ഏറെക്കാലമായിട്ട് ഉന്നയിച്ച പരാതികൾക്ക് കൂടിയുള്ള പരിഹാരം അതിലുണ്ടാവും. അപ്പൊ ജനപക്ഷ പരിഷ്കരണം കൂടി അതിലൂടെ വരും. അധികം വൈകാതെ തന്നെ അതും കൊണ്ടുവരാനാവും. അപ്പൊ ഈ ലൈസൻസ് ചട്ടങ്ങളിലെ പ്രധാനപ്പെട്ട പരിഷ്കരണ നടപടികൾ ഞാനൊന്ന് വിശദീകരിക്കാം. പ്രധാനമായിട്ട് ഒരു 10-18 കാര്യങ്ങൾ ആണുള്ളത്. ഒന്ന്, നിയമവിധേയമായ എല്ലാ സംരംഭങ്ങൾക്കും ലൈസൻസ് കൊടുക്കാനുള്ള സംവിധാനമാവുന്നു ഇതോടെ. അപ്പൊ പുതിയ കാലത്ത് പല സംരംഭങ്ങൾക്കും ലൈസൻസ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ചട്ടത്തിൽ അതിനുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. പഴയ തലമുറയിലെ സംരംഭങ്ങൾക്ക് അത് മാത്രം ഉൾപ്പെടുന്ന പട്ടികയാണ് നിലവിലെ ചട്ടങ്ങളിൽ ഉള്ളത്. ഇത് മാറ്റി നിയമവിധേയമായ ഏത് സംരംഭത്തിനും പഞ്ചായത്തുകളിൽ നിന്ന് ലൈസൻസ് ലഭിക്കാൻ വ്യവസ്ഥ കൊണ്ടുവന്നു. രണ്ടാമത്തെ കാര്യം, ലൈസൻസ് എന്നാൽ പ്രാദേശിക സർക്കാരിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തലും അംഗീകാരവുമാണ്. ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് പല സംരംഭങ്ങൾക്കും സബ്സിഡി, ബാങ്ക് ലോൺ, ഗ്രാന്റുകൾ ഇവ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട്. ഈ പ്രശ്നത്തിന് അവസാനമായി. കാരണം ഇപ്പോൾ എല്ലാത്തിനും ലൈസൻസ് കൊടുക്കാനുള്ള വ്യവസ്ഥയായി. ഓൺലൈൻ സർവീസുകൾക്ക് വരെ ലൈസൻസ് കൊടുക്കാൻ ഈ പുതിയ ചട്ടങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതൊന്നും പഴയ ചട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. മൊബൈൽ സർവീസുകൾ, മൊബൈൽ റെസ്റ്റോറന്റുകൾ, ഹൗസ് ബോട്ടുകൾ തുടങ്ങിയ എല്ലാ സംരംഭങ്ങൾക്കും ലൈസൻസ് ലഭിക്കും. ലൈസൻസ് ആവശ്യമാണ്. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങളിൽ നടത്തുന്ന ചെറിയ സംരംഭങ്ങളെ ലൈസൻസിൽ നിന്ന് ഒഴിവാക്കി. 3, സംരംഭങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. കാറ്റഗറി 1 സംരംഭങ്ങൾ എന്നും കാറ്റഗറി 2 സംരംഭങ്ങൾ എന്നും. കാറ്റഗറി 1 സംരംഭങ്ങൾ എന്ന് പറയുന്നത് ഉൽപാദന യൂണിറ്റുകളാണ്. അവയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വൈറ്റ്, ഗ്രീൻ വിഭാഗങ്ങളിലുള്ള യൂണിറ്റുകൾക്ക് പഞ്ചായത്തിന്റെ ലൈസൻസിന് പകരം അവ രജിസ്റ്റർ ചെയ്താൽ മതിയാവും. ഇത് വൈറ്റ്, ഗ്രീൻ എന്ന് പറഞ്ഞാൽ നോൺ പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള സംരംഭങ്ങളാണ്. അപ്പൊ അതിന് ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ മതി. എന്നാൽ കാറ്റഗറി 1 വിഭാഗത്തിൽപ്പെടുന്ന റെഡ്, ഓറഞ്ച് ആ വിഭാഗങ്ങളിൽപ്പെടുന്ന യൂണിറ്റുകൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ അനുവാദവും സെക്രട്ടറി നൽകുന്ന ലൈസൻസും വേണം. ഇപ്പൊ കാറ്റഗറി 1-ൽ 2 വിഭാഗമുണ്ട്, വൈറ്റും ഗ്രീനും. അത് നോൺ പൊല്യൂട്ടിംഗ് ആണ്. റെഡും ഓറഞ്ചും അത് പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള സംരംഭങ്ങൾ. അപ്പൊ അതിന് ലൈസൻസ് വേണം. വൈറ്റ്, ഗ്രീനിന് ലൈസൻസ് വേണ്ട, രജിസ്ട്രേഷൻ മതി. കാറ്റഗറി 2 സംരംഭങ്ങൾ എന്നാൽ വ്യാപാരം, വാണിജ്യം, സേവനങ്ങൾ എന്നിവയാണ്. അവയ്ക്ക് എല്ലാത്തിനും സെക്രട്ടറിയുടെ ലൈസൻസ് മതി. റെഡ്, ഓറഞ്ചിന് ഗ്രാമപഞ്ചായത്തിന്റെ അനുവാദം കൂടി വേണം. 4, മൂലധന നിക്ഷേപം 10 ലക്ഷത്തിൽ കുറഞ്ഞതും 5 കുതിരശക്തിയിൽ കുറവുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതുമായ വൈറ്റ്, ഗ്രീൻ കാറ്റഗറിയിൽപ്പെടുന്ന കാറ്റഗറി 1 സംരംഭങ്ങൾക്ക് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരമുള്ള ഉപയോഗ ഗണം, അതായത് ഒക്യുപ്പൻസി ഗ്രൂപ്പ് നോക്കാതെ വീടുകളിൽ ഉൾപ്പെടെ ലൈസൻസ് നൽകാൻ വ്യവസ്ഥ കൊണ്ടുവന്നു.
ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. വീടുകളിൽ ഉൾപ്പെടെ സംരംഭങ്ങൾ തുടങ്ങാൻ ലൈസൻസ് കൊണ്ടുവരികയാണ്. അത് കേരളത്തിൽ ഏത് വീടും ഒരു സംരംഭത്തിന്റെ കേന്ദ്രം കൂടിയാക്കി മാറ്റാൻ സഹായിക്കുന്നതാണ്. വലിയ മാറ്റത്തിന് ഇടയാക്കാവുന്ന ഒന്നാണത്. ഭാവിയിൽ കേരളത്തിന്റെ GDP-യിൽ വരെ വലിയ പ്രതിഫലനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു നിർണായക പരിഷ്കാരം ഇതിലൂടെ കൊണ്ടുവരികയാണ്. നിലവിൽ വീടുകളിൽ പ്രവർത്തിക്കുന്ന കുടിൽ വ്യവസായങ്ങൾക്കും വീടുകളിലെ മറ്റ് വാണിജ്യ സേവന പ്രവർത്തനങ്ങൾക്കും ലൈസൻസ് നൽകാൻ വ്യവസ്ഥയില്ല. ഇപ്പൊ ലൈസൻസിന് വ്യവസ്ഥയില്ലാത്തതുകൊണ്ട് അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാം. ഞാൻ നേരത്തെ പറഞ്ഞ സബ്സിഡി, ബാങ്ക് ലോൺ തുടങ്ങിയവ. ഇപ്പൊ വീട്ടിൽ ധാരാളം കൊച്ചു കൊച്ചു സംരംഭങ്ങളുണ്ട്. ലൈസൻസ് വരുന്നതോടുകൂടി അവർക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം മറ്റ് സംരംഭങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. അപ്പോൾ വീടുകൾ വലിയ ഉൽപാദന കേന്ദ്രങ്ങളായിട്ട് അല്ലെങ്കിൽ സേവനം പ്രദാനം ചെയ്യുന്ന സംരംഭ മേഖലകളായിട്ട് മാറും. 5, കാറ്റഗറി 2 സംരംഭങ്ങളും കാറ്റഗറി 1 മൂലധന നിക്ഷേപം 10 ലക്ഷത്തിൽ കുറഞ്ഞതും 5 കുതിരശക്തിയിൽ കുറവുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന വൈറ്റ് വ്യവസായങ്ങളും പ്രവർത്തിക്കാൻ ഒഴിഞ്ഞുകിടക്കുന്ന, അതായത് ആളുകൾ താമസിക്കാത്ത വീടുകളിൽ 100% സ്ഥലം ഉപയോഗിക്കാം. ഒരു വീട്, കേരളത്തിൽ ലക്ഷക്കണക്കിന് വീടുകൾ ഒഴിഞ്ഞിടക്കുന്നുണ്ട്. ആ വീടുകളെ മുഴുവൻ ഉൽപാദന സേവന യൂണിറ്റുകളാക്കി മാറ്റാം. 100% അതിനുവേണ്ടി ഉപയോഗിക്കാം. നേരത്തെ ഉണ്ടായിരുന്ന കമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ എന്നുള്ള പ്രശ്നം, ആളുകൾ താമസിക്കുന്ന വീടുകളിൽ 50% വരെ ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ സംരംഭങ്ങൾക്ക് കെട്ടിടം ലഭ്യമല്ലാത്ത പ്രശ്നം, അല്ലെങ്കിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ട പ്രശ്നം, അതിന് വലിയ മുതൽ മുടക്ക് വേണ്ടി വരുന്ന പ്രശ്നം ഇതിലൂടെ പരിഹരിക്കാൻ പറ്റും. ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളെ മുഴുവൻ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു വലിയ സാധ്യത ഇതിലൂടെ തുറന്നിടുകയാണ്. അപ്പോൾ വീടുകൾ ചെറുകിട വ്യവസായ കേന്ദ്രങ്ങളായിട്ട് മാറ്റാൻ ഇതിലൂടെ കഴിയും. കേരളത്തിന്റെ വ്യവസായ കുതിപ്പിനുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ചുവടുവെപ്പ് ഇതിലൂടെ നടത്തുകയാണ്. 6, വ്യവസായ പ്രദേശങ്ങളായി വ്യവസായ വകുപ്പ് അംഗീകരിച്ച സ്ഥലങ്ങളിലെ സംരംഭങ്ങൾക്കും എല്ലായിടങ്ങളിലുമുള്ള വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിലുള്ള കാറ്റഗറി 1 ഉൽപാദന യൂണിറ്റുകൾക്കും ഇനി രജിസ്ട്രേഷൻ മതി, ലൈസൻസ് വേണ്ട. അതായത് വ്യവസായ പ്രദേശങ്ങളായി വ്യവസായ വകുപ്പ് അംഗീകരിച്ച സ്ഥലങ്ങളിലെ സംരംഭങ്ങൾക്ക്, ഏത് സംരംഭത്തിനും, ബാക്കി എല്ലായിടത്തുമുള്ള വൈറ്റ് ഗ്രീൻ കാറ്റഗറിയിലുള്ള കാറ്റഗറി 1 ഉൽപാദന യൂണിറ്റുകൾക്കും ഇനി രജിസ്ട്രേഷൻ മതി, ലൈസൻസ് ആവശ്യമില്ല. ഇതും വലിയ തോതിൽ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ, സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയാണ്. 7, ലൈസൻസ് അപേക്ഷകളിൽ യഥാസമയം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഡീംഡ് ലൈസൻസ് വരികയാണ്. ഈ ചട്ടങ്ങൾ അതിന് വ്യവസ്ഥ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അനന്തമായി ലൈസൻസ് അപേക്ഷ വെച്ച് താമസിപ്പിക്കാൻ ഇനി പറ്റില്ല. ധാരാളം പരാതികൾ, ചില ഒറ്റയാൻ സമരങ്ങളൊക്കെ മാധ്യമങ്ങൾ പലപ്പോഴും പൊട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി ഒരു സംരംഭകനെയും ലൈസൻസ് കൊടുക്കാതെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അപേക്ഷ കൊടുത്തു, ഇത്ര ദിവസത്തിനുള്ളിൽ ലൈസൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ ലൈസൻസ് കിട്ടിയതായിട്ട് കണക്കാക്കാം. ഡീംഡ് ലൈസൻസ്, അത് വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ചുവടുവെപ്പാണ്. പുതിയതായി കാറ്റഗറി 2 വിഭാഗത്തിൽപ്പെട്ട ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള ലൈസൻസിനോ ഗ്രാമപഞ്ചായത്തിന്റെ അനുമതി ലഭിച്ച കാറ്റഗറി 1 സംരംഭത്തിനുള്ള ലൈസൻസിനോ അപേക്ഷിച്ചാൽ 5 ദിവസത്തിനുള്ളിൽ ലൈസൻസും, കാറ്റഗറി 1 വിഭാഗത്തിൽപ്പെട്ട സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള പഞ്ചായത്തിന്റെ അനുമതിക്കുള്ള അപേക്ഷ ലഭിച്ചാൽ 30 ദിവസത്തിനുള്ളിൽ അനുമതി നൽകേണ്ടതാണ്. അതായത് ലൈസൻസിനാണ് അപേക്ഷയെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ ലൈസൻസ് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ലൈസൻസ് കിട്ടിയതായിട്ട് കണക്കാക്കും. പഞ്ചായത്തിന്റെ അനുമതിക്ക്, അതായത് പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമുള്ള റെഡ് ഓറഞ്ച് വിഭാഗത്തിൽപ്പെട്ട യൂണിറ്റുകൾക്ക് അപേക്ഷ കൊടുത്തു, 30 ദിവസത്തിനകം പഞ്ചായത്ത് അനുമതി കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ കിട്ടിയതായിട്ട് കണക്കാക്കാം. അപേക്ഷകന് തന്റെ ലോഗിനിൽ നിന്ന് തന്നെ ഡീംഡ് ലൈസൻസ് അനുമതിയുടെ സാക്ഷ്യപത്രം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പഞ്ചായത്ത് പോയിട്ട് ചോദിക്കേണ്ട കാര്യമില്ല, എന്റെ ലൈസൻസ് എന്തായി എന്ന് ചോദിക്കേണ്ട. ലൈസൻസിനാണോ 5 ദിവസം കാത്തിരിക്കാം. 5 ദിവസം കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ 6ാമത്തെ ദിവസം സ്വന്തം ലോഗിനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡീംഡ് ലൈസൻസ്. റെഡ് ഓറഞ്ച് കാറ്റഗറിയിൽപ്പെട്ടതാണെങ്കിൽ പഞ്ചായത്തിന് അനുവാദം വേണം. അപേക്ഷ കൊടുത്തു, 30 ദിവസമായിട്ടും തീരുമാനമാകുന്നില്ലെങ്കിൽ 31ാമത്തെ ദിവസം സ്വന്തം ലോഗിനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ചട്ടങ്ങളിൽ ഇപ്പോ നൽകിയിട്ടുള്ള ലൈസൻസ് ഫോർമാറ്റിൽ തന്നെയായിരിക്കും ഡീംഡ് ലൈസൻസ് ലഭിക്കും. അനുമതി രണ്ടും ഇപ്പോഴുള്ള ഫോർമാറ്റ് എന്താണോ അത് തന്നെയായിരിക്കും ഡീംഡിനും ഉണ്ടാവുക. 8, ലൈസൻസ് പുതുക്കൽ ഓട്ടോമേറ്റഡ് ആക്കി. സാധുവായിട്ടുള്ള ലൈസൻസുകൾ ഫീസ് അടച്ച് സ്വയം സാക്ഷ്യപ്പെടുത്തൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ ഒരു നടപടിക്രമങ്ങൾക്കും കാത്തു നിൽക്കേണ്ട കാര്യമില്ല, അത് സ്വയം പുതുക്കും. ഇപ്പൊ ഒരു വാലിഡ് ലൈസൻസ് ഉണ്ട്, ആ വാലിഡ് ലൈസൻസ് ഫീസ് അടച്ച് സെൽഫ് സർട്ടിഫൈ ചെയ്താൽ മതി, വേറെ നടപടിക്രമങ്ങളില്ല. 9, ഇപ്പോൾ ലൈസൻസ് ഏത് തീയതിയിൽ എടുത്താലും
ആ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ലൈസൻസിന്റെ കാലാവധി അവസാനിക്കും. അതായത് ഫെബ്രുവരി 1 ലൈസൻസ് എടുത്താലും മാർച്ച് 31 അവസാനിക്കും. 2 മാസത്തെ കിട്ടും. ഇതിന് മാറ്റം വരുത്തി എല്ലാ ലൈസൻസുകൾക്കും ചുരുങ്ങിയത് 1 വർഷത്തെ കാലാവധി നിശ്ചയിച്ചു. അതായത് മാർച്ച് 30 എടുത്താൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ചാണെങ്കിൽ 31 എക്സ്പയർ ആവും. പക്ഷേ ഇനിയാണെങ്കിൽ ഈ മാർച്ച് 30 എടുത്താൽ അടുത്ത മാർച്ച് 30 വരെ കാലാവധി. അപ്പൊ മിനിമം കാലാവധി നിശ്ചയിച്ചു 1 വർഷം. അതിന് പുറമെ ഒരുമിച്ച് 5 വർഷം വരെയുള്ള ലൈസൻസ് എടുക്കാം. ഓരോ വർഷവും ലൈസൻസ് പുതുക്കാൻ നടക്കേണ്ട കാര്യമില്ല. 5 വർഷത്തേക്ക് ലൈസൻസ് എടുക്കാനുള്ള പ്രൊവിഷൻ വന്നു. പിന്നെ 5 വർഷം കഴിഞ്ഞ് പുതുക്കിയാൽ മതി. 10, ഒരു സംരംഭത്തിന് ഒരിക്കൽ വാങ്ങിയ ലൈസൻസ് സംരംഭകൻ മാറുമ്പോൾ പുതിയ ഉടമയുടെ പേരിലേക്ക് മാറ്റാം. അതും വളരെ പ്രധാനപ്പെട്ട മാറ്റാണ്. അതായത് ലൈസൻസ് ട്രാൻസ്ഫറബിൾ ആണ് എന്നർത്ഥം. സംരംഭകത്വത്തിലും ലൈസൻസ് നിബന്ധനയിലും മാറ്റം വരാത്ത സാഹചര്യത്തിലാണ് ഇളവ് കിട്ടുക. അതായത് അതേ സംരംഭമായിരിക്കണം, ലൈസൻസ് നിബന്ധനയിലും മാറ്റം ഉണ്ടാവാൻ പാടില്ല. ഈ ലൈസൻസ് വെച്ച് വേറൊരു സംരംഭം ആരംഭിക്കാൻ പറ്റില്ല എന്ന് മാത്രം. ഇപ്പൊ നിലവിലുള്ള സ്ഥിതി എന്താന്ന് വെച്ചാൽ പുതിയ ലൈസൻസ് എടുക്കണം എന്നായിരുന്നു. ഇപ്പൊ നടപടിക്രമം സങ്കീർണമാണ്. അതിൽ നിന്ന് സംരംഭകൻ ഒഴിവായി കിട്ടുകയാണ്. 11, ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനത്തിൽ ഒന്നിലധികം ഇനങ്ങൾക്ക് ലൈസൻസ് ലഭ്യമാക്കാൻ വ്യവസ്ഥ കൊണ്ടുവന്നു. ഇപ്പൊ സ്റ്റേഷനറി കടയുടെ ലൈസൻസിനൊപ്പം അതേ കടയ്ക്കൊപ്പമുള്ള ജ്യൂസ് കടയ്ക്ക് കൂടി വേണമെങ്കിൽ ലൈസൻസ് എടുക്കുമ്പോൾ തന്നെ ഇത് ചെയ്യണമെന്നില്ല. ലൈസൻസ് കാലാവധിക്കിടെ കൂട്ടിച്ചേർക്കാനും അനുമതി കിട്ടും. 12, തദ്ദേശ സർക്കാർ നൽകുന്ന അനുവാദങ്ങൾ ലൈസൻസുകൾ സംബന്ധിച്ച അപ്പീൽ ബോഡി നിലവിൽ സംസ്ഥാനതല ട്രൈബ്യൂണലാണ്. ഇത് പ്രായോഗികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. കാരണം ഒരു അപ്പീൽ കൊടുക്കണമെങ്കിൽ സ്റ്റേറ്റിലെ ട്രൈബ്യൂണലിന്റെ മുമ്പിൽ വരണം. ഇതിലെ സെക്രട്ടറി നൽകുന്ന ലൈസൻസുകൾ സംബന്ധിച്ച ആക്ഷേപങ്ങൾ പരിഹരിക്കാൻ ജില്ലാതലത്തിൽ പ്രത്യേക അപ്പീൽ കമ്മിറ്റി വരും. അപ്പോൾ അപ്പീൽ സംവിധാനത്തെ വികേന്ദ്രീകരിക്കുന്നു ജില്ലാതലത്തിലേക്ക്. എല്ലാം സംസ്ഥാനത്തിൽ വരേണ്ട കാര്യമില്ല. സെക്രട്ടറി നൽകുന്ന ലൈസൻസ് സംബന്ധിച്ച ആക്ഷേപം ജില്ലാതലത്തിൽ തന്നെ പരിശോധിക്കാം. 13, ലൈസൻസ് നേടാനുള്ള അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ട രേഖകളുടെ എണ്ണം കുറച്ചു. എപ്പോഴും ഏറ്റവും വലിയ ഒരു കുരുക്കായിട്ട് മാറുക ഈ രേഖകളാണ്. അപ്പൊ രേഖകളുടെ എണ്ണം കുറച്ചു. സംരംഭം നടത്തുന്ന സ്ഥലത്തിന്റെ കൈവശാവകാശ രേഖ മാത്രം ഇനി ഹാജരാക്കിയാൽ മതി. പൊസഷൻ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഉൽപാദന യൂണിറ്റുകളുടെ അനുമതിക്കായി അപേക്ഷിക്കുമ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി കൂടി ഹാജരാക്കണം. അനുമതികളെല്ലാം സംരംഭകൻ കൈവശം വെച്ചാൽ മതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഹാജരാക്കേണ്ട കാര്യമില്ല. പലപ്പോഴും ഈ പരാതികൾക്കിടയാക്കുന്നത് ഒന്ന് ഹാജരാക്കുമ്പോഴായിരിക്കും പറയാ വേറൊന്ന് വേണം, അതേ സമയത്ത് ബാക്കി പറയില്ല. അത് ഹാജരാക്കുമ്പോഴായിരിക്കും പറയാ വേറൊന്നുകൂടി വേണം എന്നുള്ളത്. അപ്പോ കൈവശാവകാശ രേഖ മാത്രം മതി. ഉൽപാദന യൂണിറ്റ് ആണെങ്കിൽ PCBയുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൺസെന്റ് കൂടി ഹാജരാക്കണം. ബാക്കിയെല്ലാം കയ്യിലുണ്ടായാൽ മതി. 14, വ്യവസായ സ്ഥാപനങ്ങളിലും സംരംഭങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിശോധനകൾക്ക് നിയന്ത്രണം കൊണ്ടുവരും. ഇപ്പോ ഏത് ഘട്ടത്തിലും എപ്പോഴും ഏത് സ്ഥാപനത്തിലും തദ്ദേശ സ്ഥാപനത്തിന് പരിശോധന നടത്താം, സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാം എന്നതാണ് ഇപ്പോഴത്തെ. അത് സംരംഭകത്വത്തിന് വലിയ വിഘാതമാവുന്നു എന്ന ആക്ഷേപം ഏറെക്കാലമായിട്ട് വരുന്നത്. ആവശ്യകതയെ മുൻനിർത്തി കാര്യകാരണം നിർവചിച്ച ശേഷം മാത്രമേ പരിശോധന നടത്താനാവൂ. എന്താണ് പരിശോധിക്കേണ്ടതിന്റെ ആവശ്യം എന്ന് വ്യക്തമാക്കാതെ അതിന്റെ കാര്യകാരണങ്ങൾ എന്താണ് വെറുതെ ഞങ്ങൾ പരിശോധിക്കുന്നു എന്നോട്ട് പരിശോധിക്കാൻ പറ്റും, എന്തുകൊണ്ട് എന്ന് വിശദമാക്കാതെ പരിശോധന നടത്താൻ പറ്റും. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തദ്ദേശ സ്ഥാപനത്തിന്റെ ചുമതലയിൽ വരുന്ന വിഷയങ്ങളിലേ പരിശോധന നടത്താവൂ. ഏത് വിഷയവും പോയി പരിശോധിക്കാൻ പറ്റില്ല. ഇപ്പൊ അതിനൊന്നും ഒരു നിയന്ത്രണവും ഇല്ല. ചുമതലയിൽ വരുന്ന വിഷയങ്ങൾ മാത്രമേ പരിശോധന പാടൂ. 15, ലൈസൻസ് ഫീസ് പൂർണ്ണമായും മൂലധന നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാക്കും. നേരത്തെ HP-യുടെ ഹോഴ്സ് പവറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലൈസൻസ്. മൂലധന നിക്ഷേപം എന്നത് ഭൂമിയുടെയും കെട്ടിടത്തിന്റെയും മൂല്യം ഒഴികെയുള്ളതാണ്. അത് ഒഴിവാക്കിയിട്ടുള്ള മൂലധന നിക്ഷേപം, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുതൽ ലൈസൻസ് ഫീസ്. പൂർണ്ണമായിട്ട് അത് മാത്രമായിരിക്കും കണക്കിലെടുക്കും, ഹോഴ്സ് പവർ അടിസ്ഥാനത്തിലല്ല. 16, ലൈസൻസ് ഫീസിൽ വർധനവ് വരുത്താതെ സർക്കാർ സ്ലാബുകൾ നിശ്ചയിച്ചു. സ്ലാബിൽ നിന്ന് എത്ര ഫീസ് വേണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തീരുമാനിക്കും. അപ്പോൾ അവരുടെ പരിധിയിൽ സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അധികാരം അവർക്ക് കിട്ടുക. സർക്കാർ സ്ലാബേ നിശ്ചയിച്ചിട്ടുള്ളൂ, നിരക്ക് നിശ്ചയിക്കും. ആ സ്ലാബിനകത്ത് നിന്ന് അവർക്ക് തിരഞ്ഞെടുക്കാം. 17, ലൈസൻസോ രജിസ്ട്രേഷനോ നിരസിച്ചാൽ അടച്ച തുക അപേക്ഷ നൽകിയാൽ തിരികെ ലഭിക്കും. ഇപ്പോഴുള്ള സ്ഥിതി അപേക്ഷയുടെ കൂടെ ഫീസ് അടയ്ക്കണം, ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ കാശ് പോയി. ഇനി മുതൽ ലൈസൻസ് കൊടുക്കുന്നില്ലെങ്കിൽ, നിരസിക്കുകയാണെങ്കിൽ ഈ അടച്ച തുക തിരിച്ചു. 18, ഗ്രാമപഞ്ചായത്തുകൾക്ക് സംരംഭങ്ങളുടെ അനുമതി അപേക്ഷകൾ നിരസിക്കാനാവില്ല. നിയമപരമായി ആവശ്യപ്പെടാവുന്ന അധിക രേഖകളോ വിശദീകരണമോ തേടി അനുമതി നൽകണം. അതായത് ബ്ലാറ്റന്റ് ആയിട്ട് റിജക്ട് ചെയ്യാൻ പറ്റും ഒരു അപേക്ഷ വന്നാൽ. ഇപ്പൊ സംരംഭത്തിന് അപേക്ഷ വന്നു,
കൂടുതൽ രേഖ നിയമപരമായിട്ട് ആവശ്യപ്പെടാവുന്ന എന്തെങ്കിലും രേഖ വേണോ അത് അല്ലെങ്കിൽ വിശദീകരണം വേണോ അത് ചോദിച്ച് അനുമതി കൊടുക്കണം. അനുമതി നിരസിക്കാൻ 19 ഒന്നിലധികം ഗ്രാമപഞ്ചായത്തുകളിൽ വ്യാപിച്ചു കിടക്കുന്ന മൊബൈൽ സേവനത്തിന്റെ ലൈസൻസ് ഓഫീസ് ഉള്ള പഞ്ചായത്തിൽ നിന്ന് എടുത്താൽ മതിയാവും. എവിടെയാണോ ഓഫീസ് അവിടുന്ന് ലൈസൻസ് എടുത്താൽ മതി. ഇനി ഓഫീസേ ഇല്ലെങ്കിൽ എവിടെയാണോ കൂടുതൽ പ്രവർത്തന മേഖല വരുന്നത് ആ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് എടുക്കാം. ലൈസൻസ് എടുക്കുന്ന പഞ്ചായത്ത് ഈ വിവരം സംരംഭം പ്രവർത്തിക്കുന്ന മറ്റ് പഞ്ചായത്തുകളെയും ഓൺലൈനായി അറിയിക്കും. അതായത് ഇപ്പൊ 2 പഞ്ചായത്തിലുണ്ട്, ഓഫീസ് ഇരിക്കുന്നത് ഒരു പഞ്ചായത്തിലാണ്, അവിടുന്ന് ലൈസൻസ് എടുത്ത് മറ്റേ പഞ്ചായത്തിനെ ഓൺലൈൻ വഴി ഇത് ലൈസൻസ് ഉള്ള സ്ഥാപനമാണ് എന്ന് വിവരം അറിയിക്കും. ഇനി ഓഫീസ് ഇല്ല, കൂടുതൽ എവിടെയാണോ പ്രവർത്തന മേഖല അവിടെ ലൈസൻസ് എടുത്താൽ മറ്റേ പഞ്ചായത്തിനും ഈ വിവരം കൈമാറും. അപ്പോൾ ലൈസൻസിന്റെ വിശദാംശം സംരംഭം പ്രവർത്തിക്കുന്ന എല്ലാ പഞ്ചായത്തിലും ലഭ്യമാവും. അതാണ് ഇപ്പോൾ ഒരു സ്ഥലത്ത് ലൈസൻസ് ഉണ്ട്, വേറെ സ്ഥലത്തും പ്രവർത്തനമുണ്ട്, ഇത് ലൈസൻസ് ഉള്ളതാണോ ഇല്ലാത്തതാണോ നിയമപരമാണോ നിയമവിരുദ്ധമാണോ എന്നൊന്നും അറിയാത്ത സ്ഥിതി വരില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ ചട്ടങ്ങളിലും മാറ്റങ്ങൾ വരും. ഇത് പുതിയ ചട്ടമായി തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. നിലവിലുള്ള ചട്ടങ്ങളിൽ ഇത്തരം വ്യവസ്ഥകൾ ഇല്ലാത്തതുകൊണ്ട് കേരള പഞ്ചായത്ത് രാജ് ഫാക്ടറികൾക്കും വ്യാപാരങ്ങൾക്കും സംരംഭക പ്രവർത്തനങ്ങൾക്കും മറ്റ് സേവനങ്ങൾക്കും ലൈസൻസ് നൽകൽ ചട്ടം, അതാണ് 2025 കേരള പഞ്ചായത്ത് രാജ് സംരംഭങ്ങൾക്ക് ലൈസൻസ് നൽകൽ, ഇതാണ് ചട്ടത്തിന്റെ പേര്. അപ്പൊ ഇത് കേരളത്തിന്റെ വ്യാവസായിക ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോകുന്ന പരിഷ്കാരമാണ്. വലിയ നേട്ടം കേരളത്തിന്, കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക്, തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ എല്ലാം ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ്. ഏറെക്കാലമായി ചർച്ച ചെയ്തുകൊണ്ടുവന്ന, ഏറെക്കാലമായി ആക്ഷേപങ്ങൾക്കും വിമർശനത്തിനുമെല്ലാം കാരണമായിട്ടുള്ള പരാതികൾക്കെല്ലാം പരിഹാരം ഉണ്ടാവുകയാണ്. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. 6 മാസം കൊണ്ടാണ് ഈ വലിയ പ്രക്രിയ. നിരവധി കൂടിയാലോചനകൾ, ചർച്ചകൾ ഒക്കെ ആവശ്യമുണ്ടായിരുന്ന ഈ പ്രക്രിയ 6 മാസം തികയുന്നതിന് മുമ്പ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നവകേരള സദസ്സ്, തദ്ദേശ അദാലത്ത്, അതിലെല്ലാം വന്നത് പരിഗണിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഏറ്റവും ഒടുവിൽ നിക്ഷേപക സംഗമത്തിലെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് വിശദീകരിക്കാനാണ് ഇന്ന് നിങ്ങളെ കാണാം എന്ന് തീരുമാനിച്ചു. ഇവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ പലപ്പോഴും ഉദ്യോഗസ്ഥ ഭാഗത്തുനിന്ന് നടപ്പാക്കാൻ എപ്പോഴും കാലതാമസമുണ്ട്. എന്തെങ്കിലും മോണിറ്ററിംഗ് ഏജൻസി കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. ഒന്നാമത്തെ കാര്യം, ഉദ്യോഗസ്ഥരെ അപ്പപ്പുള്ള ചട്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും, ശീലമനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. കാലങ്ങളായിട്ട് ശീലിച്ച കാര്യമൊക്കെ ഉണ്ടാവും, പക്ഷെ അതുകൊണ്ടാണ് ചട്ടം മാറ്റിയത്. അവരുടെ ശീലം പഴയ ചട്ടങ്ങളെ കൂടി ആസ്പദമാക്കിയിട്ടുള്ള വളർന്നു വന്നൊരു ശീലമാണല്ലോ. ചട്ടം തന്നെ മാറി, അപ്പൊ ആ ചട്ടപ്രകാരം അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. 1. 2, പഴയ ചട്ടങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ കൂടുതൽ വിവേചനാധികാരം ഉണ്ടായിരുന്നു. ആ വിവേചനാധികാരമാണ് പലപ്പോഴും ദുരുപയോഗിക്കുന്നവർക്ക്, എല്ലാവർക്കും അല്ല, ദുരുപയോഗിക്കുന്നവർക്ക് ദുരുപയോഗത്തിന് പഴുതു നൽകിയിരുന്നത്. ഇപ്പൊ പുതിയ ചട്ടഭേദഗതിയുടെ പ്രത്യേകത വിവേചനാധികാരം വളരെ മിനിമലാണ്. പഞ്ചായത്തിന് തന്നെ പറഞ്ഞല്ലോ, ചില ഇപ്പൊ നിരസിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ അപ്പീൽ സംവിധാനം നേരത്തെ സ്റ്റേറ്റ് ട്രൈബ്യൂണൽ മാത്രമാണ്. സെക്രട്ടറി തലത്തിൽ എടുക്കുന്ന തീരുമാനത്തിന് അപ്പീൽ സംവിധാനം ജില്ലാ തലത്തിൽ കൂടി വരുന്നുണ്ട്. ഡീംഡ് ലൈസൻസ് ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്തു. 5 ദിവസത്തിനുള്ളിൽ ലൈസൻസ് കൊടുത്തില്ലെങ്കിൽ ലൈസൻസ് കിട്ടിയതായിട്ട് കണക്കാക്കും. അപ്പൊ യഥാർത്ഥത്തിൽ സമയബന്ധിതമായിട്ട് സേവനം കൊടുക്കുന്നു എന്ന് ഉറപ്പാക്കുകയാണ്. അതിന് ഉദ്യോഗസ്ഥരെ നിർബന്ധിതമാക്കുകയുമാണ് ചെയ്യുന്നത്. ഇപ്പൊ മാസങ്ങൾ, ഞാൻ ഇപ്പൊ മന്ത്രിയായ സമയത്തൊക്കെ ഇത് നിരവധി വന്നിട്ടുള്ള പരാതി എന്താ, അപേക്ഷ കൊടുത്ത് മാസങ്ങളായി കിട്ടുന്നില്ല. കാലാകാലങ്ങളായിട്ടുള്ള പരാതി അതാണ്, കിട്ടുന്നില്ല, പലതവണ കയറി ഇറങ്ങി. ഇപ്പോ അങ്ങനെ അനന്തമായിട്ടൊരാളെ കാത്തിരുത്താനോ കാലതാമസം വരുത്താനോ കഴിയില്ല. ലൈസൻസിനാണെങ്കിൽ 5 ദിവസം, പഞ്ചായത്തിന്റെ അനുവാദത്തിനാണെങ്കിൽ 30 ദിവസം എന്ന സമയപരിധി വരുന്നു. യഥാർത്ഥത്തിൽ സമയപരിധി ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 2, കയറി ഇറങ്ങേണ്ട കാര്യമില്ല, ഓൺലൈനായിട്ട് ചെയ്യാം. അല്ല, ചട്ടത്തിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, PCB അനുമതി ആവശ്യമുള്ളത് റെഡും ഓറഞ്ചും കാറ്റഗറി പെട്ടതാണ്. ആ അനുമതി ഹാജരാക്കണം എന്ന് പറഞ്ഞു. അതിന്റെ അത് നിർണ്ണയിക്കേണ്ടത് അവരാണ്. അല്ല, ഇതെല്ലാം പുതിയതാണ്. എല്ലാ സംരംഭങ്ങൾക്കും ലൈസൻസിനുള്ള വ്യവസ്ഥ വന്നു. അപ്പൊ അതിനർത്ഥം എല്ലാത്തിനും ലൈസൻസ് വേണമെന്നല്ലേ. പിന്നെ ചിലതിന് രജിസ്ട്രേഷൻ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലൈസൻസ് വേണം. അത് ഏത് കാറ്റഗറി എന്നാണ്? അത് കമേഴ്ഷ്യൽ അല്ലേ, വാണിജ്യ സേവനം ആയിട്ടാണ് വരിക. വാണിജ്യം സേവനം കാറ്റഗറിയിൽ, ഉൽപാദന യൂണിറ്റ് അല്ലല്ലോ. കാറ്റഗറി 2ലാണ് വരിക. അല്ല, അതാ ഇല്ല, 30 ദിവസം എന്നുള്ള സമയം അതുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. 5 ദിവസം അല്ല, 30 ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. അനുവാദത്തിന് 30 ദിവസം വരെ ഡീംഡിലിന് കൊടുത്തു. താമസിക്കുന്ന ഏത് കേട്ടോ, അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങുകൾ, റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ,
ലോഡ്ജുകൾ, സെമിനാറുകൾ, കോൺവെന്റുകൾ, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഡോർമെറ്ററികൾ, ടൂറിസ്റ്റ് ഹോമുകൾ, ടൂറിസ്റ്റ് റിസോർട്ടുകൾ, വില്ലകൾ, ഹോസ്റ്റലുകൾ, കോൺഫറൻസ് ഹാളുകൾ, ഡൈനിങ് ഹാളുകൾ, അസംബ്ലി മുറികൾ എന്നിവയ്ക്കൊഴികെ കെട്ടിട നമ്പർ അനുവദിച്ചിട്ടുള്ളതിനാണ് ഇല്ല. ചട്ടം ഭേദഗതി ചെയ്ത് വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞു, തടസ്സമില്ല. അതായത് ആൾ താമസം ഇല്ലാത്തതാണെങ്കിൽ 100% അതിന് ഉപയോഗിക്കാം, ആൾ താമസം ഉള്ളതാണെങ്കിൽ 50% ഉപയോഗിക്കാം, 50% വരെ. ഫീസ് ചട്ടത്തിൽ വരുന്നതല്ലല്ലോ, ആണോ നിശ്ചയിക്കുന്നത്? 1,00,000 രൂപയിൽ കവിയാത്ത മൂലധന നിക്ഷേപത്തിന് 100. അത് വലിയ സ്ലാബാണ്, അത് കുറേയുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇല്ല, അത് പറഞ്ഞു, ഫീസ് നിരക്ക് കൂട്ടിയിട്ടില്ല, സ്ലാബ് നിശ്ചയിച്ചിരിക്കുകയാണ്. ആ സ്ലാബിനകത്ത് നിന്ന് ചൂസ് ചെയ്യാം തദ്ദേശ സ്ഥാപനങ്ങൾ. ഏത് കത്തത്? എന്തായാലും നിങ്ങൾ ഇതിനെപ്പറ്റി ഇത്രയെങ്കിലും ചോദ്യം ചോദിച്ചതിൽ സന്തോഷം ആദ്യം. ശരി, ഇനി എന്താ ചോദിച്ചോളൂ. അതിന് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞിട്ടുണ്ടല്ലേ. കുറെ പേരുണ്ടല്ലോ. ഈ കത്ത് 4 കൊല്ലമായിട്ട് വാട്സാപ്പിൽ നടക്കുന്ന കത്തല്ലേ. അപ്പൊ ഇനി ഇങ്ങനെ പഴയ കത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞതും ഒക്കെ ഇനി വരും. തെരഞ്ഞെടുപ്പിന് 5-6 മാസമല്ലേ ഉള്ളൂ. അത് 4 കൊല്ലമായിട്ട് വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന ഒരു സാധനമാണിത്. അപ്പൊ അത് നടക്കട്ടെ, നിങ്ങൾ ആഘോഷിക്കുക. ഞാൻ കണ്ടു ഏതോ 24-ന്റെ മറ്റൊരു അതെ. ഞാനിപ്പോ പറയാണ്, എന്താ പേര്? ജെവിൻ. ഞാൻ ജെവിനെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു, എനിക്ക് പറയാമല്ലോ. അല്ല, അതെ, ഇത് എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ജെവിന് ഞാനൊരു 1 കോടി രൂപ തന്നിട്ടുണ്ട് 1 മാസം മുമ്പ്. അതെന്തായിരിക്കും വരിക? അത് ആരോപണമായിരിക്കോ, ശരിയായിരിക്കോ, സത്യമായിരിക്കോ, എങ്ങനെയായിരിക്കും? അത്രയേ ഉള്ളൂ കാര്യം. ഞാൻ പറയുന്നു നിങ്ങൾ എന്റെ ബിനാമിയാണെന്ന്. എങ്ങനെയായിരിക്കും പറയാ? അപ്പോ ഞാനൊരു കാര്യം പറയാം. ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരാണ്. അത്രേ പറയാൻ പറ്റൂ. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ, നാളെയും ഇവിടെ ഉണ്ടാവും. ഈ വാർത്തയൊക്കെ കൊടുത്ത ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാർത്ത എന്തായിരുന്നു അറിയോ? തൊട്ടു മുമ്പ് എന്റെ ഭാര്യയുടെ ആയിരുന്നില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്ത് ആയിപ്പോയോ? പിന്നെന്താ ഒരാളും പത്രസമ്മേളനത്തിൽ ചോദിക്കാതിരുന്നു? ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പോരാതെ വന്നപ്പോ വന്ന ആരോപണം എന്തായിരുന്നു എന്നറിയാമോ? വിവാദം എന്തായിരുന്നു എന്നറിയാം? നമ്മുടെ വാളയാർ കേസിലെ കൊലയാളികളെ രക്ഷിച്ചയാളാണ് MP രാജേഷ്. ഇനിയിപ്പോ എന്താ കേൾക്കാൻ ബാക്കി? അതായിരുന്നല്ലോ. അതിപ്പോ എവിടെ? വസ്തുത എന്താന്ന് പുറത്തു വന്നോ? നിങ്ങളൊരൊറ്റയാള് ആ വസ്തുത പുറത്തു വന്നപ്പോ പിന്നെ തല പൊക്കിയില്ലല്ലോ, വാർത്ത കൊടുത്തോ? ആരാണ് അതിന്റെ പിന്നിലെന്നുള്ളത് കോടതിയുടെ മുമ്പിൽ വന്നല്ലോ. CBI അന്വേഷിച്ചിട്ട് വന്നില്ലേ? കൊടുത്തൊരൊറ്റ പത്രമേ ഉള്ളൂ, അത് ഞാൻ പറയാം. അത് ഹിന്ദുവാണ്. ഹിന്ദു ദേശാഭിമാനി പിന്നെ സ്വാഭാവികമായിട്ടും കൊടുക്കുമല്ലോ. പിന്നെന്തായിരുന്നു ആരോപണം? ബാർ കോഴ. ഓർക്കുന്നില്ലേ? ബാർ കോഴ. 4ാമത്തെ ആരോപണം എന്തായിരുന്നു? ഒയാസിസ് ഡിസ്റ്റിലറി. പിന്നെന്താ നിങ്ങൾ ആരും അതിനെപ്പറ്റി ഒന്നും ചോദിക്കാത്തത്? ഇപ്പൊ എന്താ ബാർ കോഴയെ കുറിച്ച് ചോദിക്കാത്തത്? ഇപ്പൊ എന്താ ഡിസ്റ്റിലറിയെ കുറിച്ച് ചോദിക്കാത്തത്? ആളുകളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്ത് വിളിച്ചു പറഞ്ഞാലും അതങ്ങോട്ട് ആഘോഷമാക്കിയിട്ട് മാറ്റുന്നതാണ്. അതെല്ലാം ബാധിക്കുന്ന കാലങ്ങൾ. പണ്ടൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയ വിഷമമൊക്കെ ആയിരുന്നു. ഇപ്പൊ പുല്ല് വിലയാണ്. അപ്പൊ നടക്കട്ടെ, ആഘോഷം നടക്കട്ടെ. നിങ്ങൾ എത്ര കാലം ഇത്തരം ആളുകളെ ആശ്രയിച്ച് മുന്നോട്ട് പോകും നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് കാണാം. ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായി. തൽക്കാലം അതിനൊരു വാർത്തയ്ക്ക് തലക്കെട്ട് ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞതിനൊക്കെ നിങ്ങൾ മറുപടി പറയാം. അപ്പൊ ഞാൻ അതിന് മറുപടി പറയാം. അതൊക്കെ ഒന്ന് പറയും. ഞാൻ ഇപ്പൊ 4-5 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അതിനൊക്കെ ഒരു മറുപടി പറഞ്ഞാൽ ഇതിന് നമുക്ക് മറുപടി പറയാം. ഈ ചോദ്യം എന്തിനുള്ളതാണെന്ന് എനിക്കറിയാം. ഇപ്പൊ എഴുതി കാണിക്കാനുള്ളതാണ്. അത് കയ്യിൽ വെച്ചാൽ മതി. അല്ല, വ്യക്തത വരുത്തേണ്ട കാര്യമൊന്നും ഇതിനകത്തില്ല. ഞാനതാ പറഞ്ഞത്. ഇതില് നിങ്ങളിവിടെ ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് അന്വേഷിച്ചു നോക്ക്. എല്ലാവരും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഞാനിവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽ അടുത്ത തവണ കാണുമ്പോൾ ഞാൻ ഇതും ചോദിക്കും. ഇതുപോലെ മിണ്ടാണ്ടിരിക്കുന്നു. ഇപ്പൊ 4 കാര്യം ഞാൻ ഇവിടെ ചോദിച്ചു, ഒരക്ഷരം നിങ്ങൾക്ക് മിണ്ടാണ്ടായില്ല. അടുത്ത തവണ കാണുമ്പോൾ സന്തോഷമുണ്ട്. 5ാമതൊരു കാര്യം കൂടി ചോദിച്ചാൽ നിങ്ങൾ മിണ്ടാതെ വിടിരിക്കും. പോരെ? അല്ല, ഈ വിഷയം കഴിഞ്ഞോ? ശരി. ഞാൻ ഇന്നത്തെ ഒരു പത്രം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഒരു പത്രത്തിൽ ഇന്നലത്തെ ഏറ്റവും നിർണായകമായ രാജ്യം ചർച്ച ചെയ്തൊരു വാർത്ത 1-ാം പേജിൽ ഒരു മൂലയ്ക്ക് ഈ പറഞ്ഞ കത്ത് 1-ാം പേജിലെ സിംഹഭാഗം അപഹരിച്ചിരിക്കും, സമ്മതിച്ചിരിക്കുന്നു എന്നതിനെ പറ്റിയൊക്കെ പറയാനുള്ളൂ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനമാണല്ലോ ഇന്നലെ രാജ്യം ചർച്ച ചെയ്തൊരു കാര്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു? ഏതെങ്കിലും ഉന്നയിക്കപ്പെട്ട ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായോ?
ആരുടെ ഉത്തരവാദിത്വമാണ് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുക എന്നത്? അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വമാണോ അതോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണോ? ആ കാതലായ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത, തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷവും നീതിപൂർവകവുമാണ് എന്ന് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം, എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ നേതാക്കളെ പോലെ വിമർശനത്തിന് പകരം ആരോപണം ഉന്നയിക്കുകയും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പോലെയല്ലേ തോന്നിയത്? അതാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പ്രതീക്ഷിക്കുന്നത്? വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞോ? അതുണ്ടായില്ല. എനിക്ക് അതിനെപ്പറ്റി വലിയ പിടിയില്ല. ശരി.